ഏതാണ് റൗണ്ട്? ഡെഡിക്കേഷൻ റൗണ്ട് ആണ്. അപ്പൊ ഡെഡിക്കേഷൻ റൗണ്ടിലൂടെ പാടാനെത്തുന്നു നിഹാര. വെൽക്കം. പറ, മറുപടി പറ. എടോ താൻ ആരാ? ഈ പാട്ടിന്റെ സെലക്ഷൻ ഏതാ? ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? അമ്മയ്ക്കും അച്ഛനും വേണ്ടി. അമ്മയ്ക്കും അച്ഛനും വേണ്ടിയാ. ഇന്ന് വരെ അമ്മയ്ക്കും അച്ഛനും ഡെഡിക്കേഷൻ വന്നില്ല. ഇപ്പഴാ വന്നത്. ശരിയാ. എന്തെങ്കിലും ഈ സോങ് ഒരു ലവ് സോങ് ആണ്. എന്തെങ്കിലും ബന്ധമുണ്ടോ? അമ്മയും അച്ഛനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ്? അച്ഛനും ലവ് മാരേജ് ആണ്. ഓ, അപ്പോ ഈ പാട്ട് അത് കഥ അമ്മ തന്നെ പറഞ്ഞു. ആണോ? ചേച്ചിയെ കാണാനായിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ വെളിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഒരു 6 മാസത്തെ ലീവിലാണ് പുള്ളി നാട്ടിൽ വരുന്നത്. അപ്പൊ ആ സമയത്ത് ചേച്ചിയെ കാണാൻ ചേട്ടൻ വന്നപ്പോ ചേട്ടന്റെ കൂടെ വന്ന ആളാ. ഓഹോ, അങ്ങനെ ഉണ്ടായ ഒരു ഇഷ്ടം. ആ ഇഷ്ടം ഇപ്പോഴും അങ്ങനെ തന്നെ. എത്ര വർഷമായി? 16 വർഷം. 16 വർഷമായി. ഇനി കുറേ വർഷങ്ങൾ ഒരുപാട് വർഷം സ്നേഹിച്ച് എന്നെ. അതെ, ഇരിക്കട്ടെ. അതെ, ഓക്കെ. താങ്ക്സ്. ഏത് പാട്ടാ മോളെ? ഒരു കൊച്ചു സ്വപ്നം. ചുമ്മാതല്ല. മ്യൂസിക് ബാബുരാജ് സാറ്, ലിറിക്സ് പി ഭാസ്കരൻ മാഷ്, പാടിയത് ജാനകി അമ്മ. ഓക്കെ. ഇയർ 1966. ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഒരു നോക്കു കാണാം, ഒരു വാക്കു കേൾക്കാം, ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാം. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. പട്ടുപോലുള്ളോരാ പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്നു പൊട്ടിക്കരയാം. പട്ടുപോലുള്ളോരാ പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്നു പൊട്ടിക്കരയാം. മുറിവേറ്റു നീറുന്ന വിരിമാറിലെന്റെ വിരലിനാൽ തഴുകി വെണ്ണ പുരട്ടാം. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. എന്നും ഞാൻ ചെന്നു വിളിച്ചില്ല എങ്കിൽ ഉള്ളിൽ ഉറങ്ങില്ല മൽജീവനാഥൻ. എന്നും ഞാൻ ചെന്നു വിളിച്ചില്ല എങ്കിൽ ഉള്ളിൽ ഉറങ്ങില്ല മൽജീവനാഥൻ. ഉള്ളിൽ കിടക്കുമെൻ ഉണ്ണി തന്നച്ഛനെ കണ്ണോടു കണ്ണെന്നു കാണിക്കും ദൈവം. ഒരു കൊച്ചു സ്വപ്നത്തിൻ
ശബാഷ്, ശബാഷ്, വെരി ഗുഡ്, ശബാഷ്, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. Beautiful, beautiful, beautiful. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയ 2 പരമ്പരകൾ കൂടി വരുന്നു. മഹാലക്ഷ്മി വീട്ടിലെ വിളക്ക്. നമ്മുടെ സ്വന്തം സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ശബാഷ്, ശബാഷ്, വെരി ഗുഡ്, വെരി ഗുഡ് ശബാഷ്. മോളെ, വെരി ഗുഡ്. Beautiful, beautiful, beautiful. മോളെ എന്താ സർ? മോളെ നീ നന്നായിട്ട് പാടി കേട്ടാ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാല് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, എന്നാലും ശബ്ദം അതെ. നല്ല പ്ലാച്ചെന്ന് പറഞ്ഞു, അതായത് നല്ല തെറിച്ച് നിന്നു. പിന്നെ അവിടെ ആ മേളിൽ പാടിയൊക്കെ ശ്രുതി ഇങ്ങനെ കൃത്യമായിട്ട് നിൽക്കുകയായിരുന്നു. താങ്ക് യു അവിടെ പോകാൻ 100% വകുപ്പുള്ള സ്ഥലങ്ങളാണ്, എന്നാലും കൃത്യമായിട്ട് പാടി. പിന്നെ പങ്കുചേരാം, അതൊന്ന് പാടിക്കും മോള്. ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാം. അവിടെ കുറച്ച് വ്യത്യാസമുണ്ട് മോളെ. അതെ. പങ്കുചേരാ പങ്കുചേരാം. ഒരു കൊച്ചു പങ്കുചേരാം. ഒരു അവിടെ കുറച്ച് ഫീല് വേണേ. അതെ, ഇപ്പൊ പാടിയത് കറക്റ്റ് ആണ്. ഇപ്പൊ പാടിയത് കറക്റ്റ് ആണ്. കുറച്ച് ഫീൽ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അതാണ് ഒരു ചെറിയ സംഭവം. പിന്നെ വെണ്ണ പുരട്ടാം ഇത്രയൊക്കെ ഉള്ളൂ. മോള് നന്നായിട്ട് പാടി, നല്ല എഫർട്ടാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. കൊള്ളാം, ഉഗ്രൻ സെലക്ഷൻ. വളരെ വളരെ ഇഷ്ടമുള്ള പാട്ടാണ് എനിക്ക്. എനിക്കും റിയലി? ഓ റിയലി? സത്യം. ഓക്കെ. പല്ലവിയുടെ ഉണ്ട്, അനുപലയുടെ ഉണ്ട്, ചരണത്തിന്റെ ഉണ്ട്. ആ ഫിനിഷിങ്, ആ സംഗതിയുടെ അവസാനത്തെ നോട്ട് കേൾക്കുന്നില്ല. അതിന് മുമ്പേ പല്ലവി അത് കട്ട് ചെയ്തിട്ട് പല്ലവി തുടങ്ങുകയാണ് മോള്. അപ്പൊ അവസാനത്തെ നോട്ട് കാണാൻ അതിന്റെ ഭംഗി, ഉഗ്രൻ ശബ്ദം പറഞ്ഞ പോലെ നല്ല തെളിഞ്ഞ ശബ്ദം, അത് നല്ല ഡെപ്തുള്ള വോയിസ്, ഫീമെയിൽ വോയിസ്. അത് നല്ലൊരു ഭാഗ്യമാണ് അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ. കേട്ടോ, ദൈവം തന്ന് കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. മോളൊന്ന് പോളിഷ് ചെയ്യണം. അതെ അതെ അതെ. ഈ സംഗതികളൊക്കെ പല സ്ഥലത്തും നല്ല എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സംഗതി പങ്കുചേരാം, എണ്ണ പുരട്ടാം, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അന്ന് ഡീറ്റെയിലിംഗ് ആയിട്ടൊന്ന് പോളിഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ സംഭവം കുറച്ച് ഫീലും ആ നേരത്തെ പറഞ്ഞ പങ്കുചേരാം എന്നുള്ളത് പാടുമ്പോൾ ഒരു ഫീലും കൂടി വേണം. ആ സംഗതി കറക്റ്റ് ആക്കുന്നതോടൊപ്പം ഫീലും കൂടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഈ പാട്ട് എന്റെ മനസ്സിലുള്ള ഒരു മെമ്മറി എന്താന്ന് പറയട്ടെ. ഇപ്പൊ എന്റെ പാട്ടിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയില്ല പറഞ്ഞ് മോള് നന്നായിട്ട് പാടി, നല്ല രസം ഉണ്ടായിരുന്നു. ഒത്തിരി കേട്ട പാട്ടാണെങ്കിലും വീണ്ടും വീണ്ടും എത്ര കേട്ടാലും അത് വരാത്ത ഒരു പാട്ടിപ്പെടുന്ന ഒരു പാട്ടാണിത്. എന്റെ മനസ്സിലൊരു മെമ്മറി എന്ന് പറയുന്നത്, ഷീലാമ്മയുള്ള ഒരു സ്റ്റേജ്, മമ്മൂക്കയുണ്ട് ആ സ്റ്റേജിൽ. അപ്പം മമ്മൂക്കയോട് എന്തോ ഞാൻ പാട്ട് പാടാവോന്ന് എന്തോ ചോദിച്ചപ്പോഴത്തേക്കും മമ്മൂക്ക ഇത് പാട്, ഇത് ട്യൂൺ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ മമ്മൂക്കയ്ക്ക് എന്റെ സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി, ഒരു കൊച്ചു സ്വപ്നത്തിൻ എന്ന് ഞാൻ പാടി. അപ്പോൾ മമ്മൂക്ക അല്ല, മമ്മൂക്കയുടെ ഇപ്പൊ ഫേവറേറ്റ് പാട്ടാണെന്ന് ഓർക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ പറയില്ല. അവസാനം എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോയി. ഞാൻ എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ മമ്മൂക്ക ചാടി കയറി, പട്ടുപോലുള്ളോരാ പാദങ്ങൾ രണ്ടും എന്ന് കയറി പാടി. അപ്പൊ അത്രയും അവരുടെയൊക്കെ മനസ്സിൽ എത്ര അല്ല ഈ പാട്ട്, ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതും ഷീലാമയുള്ള ഒരു വേദിയിൽ എനിക്കത് ഭയങ്കര ഒരു മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു. പെട്ടെന്ന് ഞാനത് ഓർത്തു. മോളെ, ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫേവറേറ്റ് ആണ് അല്ലേ? അവർ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാലോ? ഓക്കെ, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. പഴയ ഓർമ്മകളിലോട്ട് പോയോ? തിരിച്ചു വന്നെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. കണ്ണൊക്കെ നിറഞ്ഞിരുന്നോ? അതെ അതെ, അമ്മ അല്ലേ? കണ്ണൊക്കെ തുറക്കുന്നുണ്ടായിരുന്നു മോളെ കുറിച്ച് അങ്ങനെ പറയുമ്പോ ഒത്തിരി സങ്കടം. ഹരുമക്കളെ നീയല്ലേ, ആരിരാരോ പാട്ടല്ലേ, കാലമെനിക്കായി കയ്യിൽ തന്ന നിധേ. ആണല്ലേ? എല്ലാം നല്ലതിന്. നമ്മൾ മിടുക്കിയല്ലേ? നല്ല മിടുക്കിയായിട്ടുള്ള ഗായികയാണ്. നല്ല ഫ്യൂച്ചർ ഉണ്ട്, നല്ല വോയിസ് ആണ് മോളുടെ. കേറി വരും, നന്നായിട്ട് കേറി വരും. അവള് സൂപ്പറാണ് കേട്ടാ. ആ മുഖത്തെ ചിരി മാത്രം മതിയില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചെറിയ സംശയം, മമ്മൂക്ക എന്താണ് പാടിയത്? പട്ടുപോലുള്ളൊരു. അതിന് മുമ്പ് റിമി ഏതാ പാട്ട് പാടിയിരുന്നു? ഞാൻ ഒരു കൊച്ചു സ്വപ്നത്തിൽ ആണല്ലേ? പാടി. പക്ഷെ മമ്മൂക്ക ഉദ്ദേശിക്കുന്ന അതിന്റെ അനുപല്ലവി എന്ന് പാടും. മമ്മൂക്ക ഉദ്ദേശിച്ച വേറെയാ. ഏതാ?
അത് പട്ടുപോലുള്ളൊരു പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കര. ഇനി മേലെ അങ്ങനെ പാടല്ലേ. ശരിക്കും പാടണേ. കണ്ടോ, ഇതിവിടെ അതാണ് നമുക്ക് ഇങ്ങനെ കാണിച്ചത്. ശരിക്കും പാട, ശരിക്കും പാടണം. ബ്യൂട്ടിഫുൾ മെമ്മറിനെ ഒരു നിമിഷം തല്ലി തകർക്കുന്നതല്ലേ? അതല്ല എന്ന് അതല്ല, ശരിക്കും പാടുന്ന എന്റെ മനസ്സിലെ ബ്യൂട്ടിഫുൾ മെമ്മറി അത് അവിടെ ഇരുന്നാ മതിയായിരുന്നു. ഒരാവശ്യമില്ലാതെ ഇവിടെ പറഞ്ഞ് അതങ്ങനെ പാടി ഇതാക്കിയതുകൊണ്ട് രണ്ട് കാലിൽ കരയാവുന്ന. പക്ഷെ നല്ല ഓർമ്മകളായിരുന്നു. ഇനി ആ ഓർമ്മകൾ നോക്കി ആ മുഖം വാടിയത് കണ്ടോ? അതെ, വാടിപ്പോയി ശരിക്കും. അയ്യോ പാവം. ആ ഓർമ്മകളെ വലിച്ചു കീറി ഒട്ടിച്ചില്ലേ എം സാർ? അല്ല, ആക്ഷൻസ് മാത്രമേ മാറിയുള്ളൂ, ബാക്കി എല്ലാം ശരിയാ. മക്കളെ, എന്താ സർ? ഇന്ന് മോക്ക് ആസ് എ പ്രൊമോഷൻ 98 ആണ്. എന്നാലും മോളുടെ ശബ്ദവും മോളുടെ പ്രസന്റേഷനും എല്ലാം കൂടെ ആകെ മൊത്തം we are giving you 99 out of 100. ആദ്യ ഒരു ജാനകിയമ്മ പൂക്കുറ്റി. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചോ. ഓടിപ്പോയി ഒരു നോക്കു കാണാം, ഒരു വാക്കു കേൾക്കാം, ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാം. ആ മഹാലക്ഷ്മി. ആരായി മഹാലക്ഷ്മി?